ഹലോ ഗൈസ്, വെൽക്കം ടു റോസി വ്ലോഗ്. ഞാനിതായിരുന്നു കൊച്ചുകുളപ്പങ്ങനെ തുറക്കു വെച്ചത് പോവാണ് കോട്ടയം പാലാവര. അപ്പോൾ പോകുന്ന എന്തിനാണെന്നുള്ള ഡീറ്റെയിൽസ് പറയാനുള്ള ടൈം ഇല്ല. അപ്പോഴത്തേനും പെട്രോൾ പമ്പ് ഉണ്ട്, ചവിട്ടി കറക്കി നേരെ കയറി പോകണം. നമ്മുടെ വണ്ടി പെട്രോൾ പമ്പ് ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സൈഡ് വലിവ് കൂടുതലാണ്. അപ്പോൾ നേരെ കൊണ്ട് പമ്പിൽ ചേട്ടനെ ഇടിച്ച് മറിക്കാതെ കൊണ്ട് ചവിട്ടി നിർത്തി ഡീസൽ അടിക്കാൻ. അങ്ങനെ ഡീസലൊക്കെ ഫില്ല് ചെയ്ത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ടാങ്കിലോട്ട്, അതായത് നമ്മുടെ ഡീസൽ ടാങ്കിലോട്ട് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോഴത്തേനും നേരം വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് നമ്മൾ ഇറങ്ങി ഒരു ചായ കുടിച്ച് കളയാന്ന് പറഞ്ഞത് നമ്മുടെ ചെറുക്കനെ ഒതുക്കി ഇറങ്ങിയിരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തിരിച്ച് കോട്ടയം പാലയിലോട്ട്. ഇപ്പോൾ പാലയിലോട്ട് എന്തിനാണ് പോകുന്നതെന്നുള്ള സ്റ്റോറി പറയാമെന്ന് തുടങ്ങി വന്നപ്പോഴത്തേനാണ് പോകുന്ന രണ്ട് ഇരട്ട പിള്ളേർ, അതായത് മറ്റേ അപ്പുവും അച്ചുവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ മറുകുള്ളവൻ, അതായത് ആ വെള്ള കളർ അടയാളം കാണുന്നില്ല, അവൻ അച്ചു. ഫ്രണ്ടേ പോകുന്നവൻ അപ്പു. എനിക്ക് തരില്ല. സംഭവം എന്ന് വെച്ചാൽ മറ്റേ വണ്ടിയിൽ പറയത്തക്ക അടയാളം കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ പ്ലേറ്റ് നോക്കി നമ്പറൊക്കെ പറയണം. അത് ഭയങ്കര മെനക്കേടുള്ള കാര്യമില്ല. വെറുതെ എന്തിനും ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അടുത്ത് നമ്മൾ പാലായിലോട്ട് പോകണം എന്തിനാണ് എന്ന് പറഞ്ഞു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയണം എന്ന് ഞാനിങ്ങനെ വരുമ്പോൾ ഓരോ വന്നുകൊണ്ടിരിക്കുമല്ലേ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ആമ്പൽ കുളമാണോ കായലാണോ പുഴയാണോ എന്തായാലും ഈ പുഴ നിറയെ ആമ്പലാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറങ്ങി കാണാതെ പോകാൻ പറ്റില്ല. എൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ച് ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കണം, 5-6 വീഡിയോ എടുക്കണം. ഇതൊക്കെ എടുക്കാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. എങ്ങനെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് കേൾക്കും ഒരിക്കലില്ല. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് ചാടി ഇറങ്ങി 5-6 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആമ്പൽ കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നിട്ട് വീണ്ടും ഞാൻ യാത്ര തിരിച്ച് വീണ്ടും പാലയിലോട്ട്. സംഭവം എന്ന് വെച്ചാൽ പാലയിലോട്ട് പോകുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഈ പോകുന്ന ഇന്നോവ ക്രിസ്റ്റയുടെ ഡീറ്റെയിൽഡ് വീഡിയോ, സെയിൽ വീഡിയോ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. അപ്പോൾ വണ്ടി സെയിലായത് കോട്ടയം പാലയിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ടേ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എനിക്ക് വട്ടാണോ, ഞാൻ തന്നെ കൊണ്ടുപോകാൻ കസ്റ്റമർ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യത്തില്ലേ, ഞാൻ എന്തിനു പോകുന്നു. സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ കസ്റ്റമർ നമ്മളത് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാണ് ബ്രോ, നമുക്ക് ഫിനാൻസ് ചെയ്ത് തരാൻ പറ്റും. പിന്നെന്താ ഫിനാൻസ് ചെയ്ത് തരാം, നമ്മൾ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവത്തുള്ളൂ. സോ അതുകൊണ്ടിട്ട് ഫൈനൽ നമ്മളെ രജിസ്ട്രേഷൻ പ്രോസസ് കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലോഗിൻ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഫൈനൽ പ്രോസസ്സായ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോകുന്നു, വണ്ടി രജിസ്ട്രേഷൻ കാണിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് പ്ലാൻ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് RTO ഓഫീസിൻ്റെ ഫ്രണ്ട് നമ്മളിങ്ങനെ ഈറ്റടിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. കാര്യം എന്ന് വെച്ചാൽ RTO കാണാൻ ആരെയും കണ്ട കാര്യം നമ്മൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. അങ്ങനെ ഇവിടെ പോസ്റ്റ് ആണെന്ന് മനസ്സിലായി. എൻ്റെ ആളെയും വിദഗ്ധമായിട്ട് ബാക്കി കിടക്കണം ഉറക്കം തുടങ്ങി. അങ്ങനെ ഞാൻ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ട് നോക്കിക്കൊണ്ടിരുമ്പോൾ താണ്ട നടക്കുന്ന ഒരു MVD വണ്ടി മനസ്സിലൊരു കുളിർമയിലാന്ന് പറയുന്നത് ഞാൻ ഉടനെ എടുത്ത് വെച്ച് വിളിച്ചു നമ്മുടെ RTO ഏജന്റ് പറഞ്ഞു ദേ വരുന്ന മുന്നേ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 10-20 തവണ 10 മിനിറ്റ് ആയതിനു ശേഷമാണ് പുള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചവിടാന്നായിരുന്നു. പുള്ളിക്കാരൻ നമ്മളെ വിളിച്ചുകൊണ്ട് നേരെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഇവിടെ 2 പേര് മരിച്ചു. അപ്പോൾ അതിന്റെ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് RTO ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ RTO ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഏജന്റ് നമ്മളെയും കൊണ്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇനി ബോധവൽക്കരണ ക്ലാസ് കണ്ട് ഞാനും രക്ഷപ്പെട്ടാലോ, ഞാനും നന്നായാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ബോധവൽക്കരണ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നടക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരാണോ അത് ഞാനത് നിങ്ങളെ കൂടി ഒന്ന് കേൾപ്പിച്ചു ഒന്ന് നോക്കി. ക്യാമറയുടെ അവിടെ വരുമ്പോഴത്തേനും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കമന്ന് കിടന്നിട്ട് ഈ നമ്പർ പ്ലേറ്റ് പൊത്തിപ്പിടിക്കും. അതുപോലെ പുറകെ ഇരിക്കുന്ന ആള് ബാഗ് കൊണ്ട് ബാഗിലത്തെ നമ്പർ പ്ലേറ്റ് പൊത്തി. അയ്യേ ഇമാതിരി പരിപാടിയൊക്കെ ആരടാ കാണിക്കണം, മ്ലേച്ഛമായ പ്രവൃത്തി. ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേനാണ് ഇവിടെ 3 പേരാണ് കേട്ടോ ആക്സിഡന്റ് മരിച്ചത്. അപ്പോൾ ആ 3 പേരാണ് ഇവർ. ഒരു കുഞ്ഞുണ്ടായിരുന്നു, 2 ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനാണ് ഇവരുടെ പ്രവൃത്തി ഇമാതിരി ചർച്ചയൊക്കെ കണ്ടുകൊണ്ട് റോഡിൽ നടക്കണം. അവരുടെ 8-10 എന്ന് പറഞ്ഞു. അത് കണ്ടത് ആ തിരക്കിനിടയിൽ നിന്ന് ഓടി വന്നിട്ട് ഞാൻ നോക്കുക. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മുകളിലാണ് ചെറുക്കൻ വന്ന് വീണത്. അപ്പോഴത്തേനും ഞാൻ ഓടി വന്നിട്ട് നോക്കി അവനും എല്ലാം പറ്റുമെന്ന് നോക്കി. അതിൻ്റെ കൂടെ നമ്മുടെ വണ്ടിയുടെ കാര്യം നോക്കണം. നേരെ നോക്കിയപ്പോൾ വണ്ടിയൊന്നും പറ്റിയിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ വണ്ടിയുടെ ദൂരെയാണ് മറ്റേ വണ്ടി വന്ന് വീണത്. സോ എൻ്റെ മനസ്സൊന്ന് നേരെയായി തണുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഈ പാർട്ടി പരിപാടി അല്ലേ ഇവരുടെ ബോധവൽക്കരണ ഡയലോഗുകൾ കേൾക്കാനായിട്ട് എനിക്ക് ത്രാണിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. സംഭവം RTO ഏജന്റ് പറഞ്ഞെന്ന് വെച്ചാൽ ഇനി അവർ RTO ഓഫീസിൽ വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യും, അവിടെ കൊണ്ടിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് ചെന്നപ്പോഴത്തേനും അവർ വന്ന് വണ്ടിയുടെ ചുറ്റും ഫുള്ളൊന്ന് വെരിഫൈ ചെയ്ത് വണ്ടിയുടെ നമ്പർ, ചേസ് നമ്പർ എല്ലാം നോക്കിയിട്ട് അവർ നേരെ പോയി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ വ്യൂസിൻ്റെ അടുത്ത് ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് വണ്ടിയാലും ഇവിടുത്തെ വണ്ടിയാലും ഫിനാൻസ് ചെയ്തോ ഫിനാൻസ് ചെയ്യാതെ വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ താഴെ ഇടുന്നുണ്ട്. നമ്മൾ ബാക്കി എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഡെലിവറി തരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഫ്രം റോസി വ്ലോഗ്സ്.